പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം എല്ലാവരും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ പരിശ്രമിക്കുന്നവരാണ്. ഈ ലോക ജീവിതമാണ് നമ്മുടെ പലരുടെയും ലക്ഷ്യം. അത് ഭംഗിയായി നടക്കുവാനാണ് നാം പരിശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19 തിരുവചനം പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഈ ലോക ജീവിതത്തിൽ മാത്രം നാം ശ്രദ്ധ ചെലുത്തി ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല. അപ്പോൾ സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് വേണം നാം ജീവിക്കുവാൻ. യേശു പറയുന്നുണ്ട്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. വീണ്ടും ജനനം നമ്മിൽ നടക്കണം. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നത്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ നാം ആത്മശോധന ചെയ്യേണ്ടതാണ്. സ്വർഗത്തിൽ എത്തി യേശുവിനോടൊപ്പം ആയിരിക്കുവാനുള്ള യോഗ്യത നാം നേടിയിട്ടുണ്ടോ? സ്വർഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയിലാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ ജീവിത രീതി സ്വർഗത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കത്തക്ക വിധത്തിലുള്ളതാണോ? ഇത് നാം ആത്മശോധന ചെയ്യണം. നമ്മുടെ തെറ്റുകൾ തിരുത്തി സ്വർഗത്തിൽ യേശുവിനോടൊത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആത്മവിശുദ്ധി നേടുകയാണ് നാം ചെയ്യേണ്ടത്. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരായി നാം മാറണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ശിഷ്യന്മാരുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് മനസ്സിലാക്കിയ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ശിഷ്യന്മാർക്ക് സ്ഥലം ഒരുക്കുവാൻ പോവുകയാണെന്നും യേശു വീണ്ടും വന്ന് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുമെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയുമാണ് യേശുനാഥൻ ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമുക്കും യേശുവിനോടൊപ്പം പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കാനുള്ള യോഗ്യത നാം ഈ ലോക ജീവിതത്തിൽ വച്ച് നേടിയെടുക്കണം. അതിനായിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന് നമ്മുടെ ആഗ്രഹങ്ങളെയും ഈ ലോക മോഹങ്ങളെയും ബലം പ്രയോഗിച്ച് തന്നെ നാം നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ബലവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത്. ഈ ലോകമോഹങ്ങളും ആഡംബരങ്ങളും നശ്വരമാണെന്നും ഇതിനപ്പുറം സ്വർഗീയ ജീവിതം നമുക്കുണ്ട്, നിത്യജീവൻ ഉണ്ട് എന്നുള്ള ആ പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.